ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് സ്നാക്ക് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഉപ്പ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ടീസ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 250 ml കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. വലിയ കോഴിമുട്ടയൊക്കെ ആണെങ്കിൽ 1 ചേർത്താൽ മതി. എന്നിട്ട് ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴാണ് ഈ ബാറ്റർ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ ആകുക. നമ്മൾ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ടൊക്കെ മിക്സ് ആക്കി കഴിഞ്ഞാൽ ആ ബാറ്ററിന് നല്ല സ്മൂത്ത് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ മിക്സിയിൽ തന്നെ അടിച്ചെടുത്താൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആ ബാറ്റർ കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എവിടെയും ഇങ്ങനെ മിക്സിയിലൊന്നും ഒട്ടിപ്പിടിച്ച് കട്ടയാകാതെ നമുക്ക് വൃത്തിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒരല്പം കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. ഒരു 2-3 സ്പൂൺ വെള്ളം, ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്കി ഇങ്ങനെ നോക്കുമ്പോൾ സ്പൂണിൻ്റെ ബാക്കിലൊന്ന് വരച്ചു കൊടുത്താൽ ഇങ്ങനെ ഒഴുകി പോകാത്ത രീതിയിൽ കിട്ടണം. ഇതാണ് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അതിനായിട്ട് നമ്മളിതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന നേരം തന്നെ അവിടെ ഇവിടെ ഇങ്ങനെ പറ്റും, ഇങ്ങനെയൊന്നും കറക്കി എടുക്കാൻ സാധിക്കാതെ വരും കേട്ടോ. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇത് നമ്മൾ 2-3 രീതിയിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒരല്പം നെയ്യൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യ് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരിക. നെയ്യ് ഉപയോഗിക്കാത്തവർക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഇതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇപ്പുറത്തെ ഭാഗത്തും അല്പം നെയ്യൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എത്ര ഫില്ലിംഗ് വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിംഗ് വെക്കണ്ട, പാകത്തിന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്കയുടെ പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഈ തേങ്ങയും മിൽക്ക് മെയ്ഡിൻ്റെ മിക്സിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടെ ചേർത്ത് മിക്സ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ഞാൻ ഏലക്ക പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ മടക്കിയെടുക്കാം. ഞാൻ വേറെ രീതിയും കൂടി കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ബാറ്റർ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഓർഗാനോ ഒക്കെ ഇട്ട് പിന്നെ അതിലേക്ക് അല്പം ചീസൊക്കെ ചേർത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാം. ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ സാധാരണ പാലാടയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മുടെ ഇഷ്ടമുള്ള മനസ്സിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫില്ലിങ് വെക്കണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധാരണ ചേരുവ മാത്രമാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ആക്കുന്നത്. ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അല്പം നെയ്യാക്കിയതിന് ശേഷം ഒരല്പം പഞ്ചസാര ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കാം. നടുക്ക് കൂടി ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഈ ഷേപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഈ രീതിയിലും റെഡിയാക്കി എടുക്കാം. ഇത് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന നേരം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് പിന്നെ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് ഒരു ഫില്ലിങ്ങും ഇല്ലാതെ ഒരല്പം നെയ്യൊന്ന് ആക്കി കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് ഇത് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അല്ലെങ്കിൽ ചൂട് ചായയുടെ ഒപ്പമൊക്കെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് അവർക്ക് 10 മണിക്ക് സ്നാക്കായിട്ട് കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു ടിഫിൻ ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊടുക്കാനും നല്ല സൂപ്പറാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഒരല്പം പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കോണായിട്ടും മടക്കിയെടുക്കാം കേട്ടോ. നമ്മളിത് സാധാരണ പാലാടൊക്കെ ഉണ്ടാക്കൂലേ, പാലാടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ മടക്കിയെടുക്കാം.
ഇനി വേറൊരു ഷേപ്പ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്, ഒരു ബോക്സ് ഷേപ്പ് കൂടി കാണിച്ചു തരാം. സിമ്പിളാണ്. ഇതുപോലെ ഒന്ന് ആയതിനു ശേഷം നെയ്യ് തൂക്കി മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്കും താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് തേങ്ങയും മിൽക്ക് മെയ്ഡിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മടക്കുന്ന രീതി കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഒന്ന് മടക്കിയെടുക്കുക. അപ്പം ഞാൻ ഈ രീതിയിൽ തേങ്ങയുടെ ഫില്ലിങ്ങും മിൽക്ക് മെയ്ഡ് വെച്ച് കാണിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് ഏതാണോ ഫില്ലിങ് വെക്കാൻ താല്പര്യം അതിനനുസരിച്ചിട്ട് ഫില്ലിങ്ങിലൊക്കെ മാറ്റം വരുത്തി വെച്ചോളൂ കേട്ടോ. ഇനി കുറച്ച് നട്ട്സൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഈത്തപ്പഴവും നട്ട്സൊക്കെ മാത്രം വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബോക്സ് രീതിയിലൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് നെയ്യോ ഒന്നും നമ്മൾ യൂസ് ആക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന സാധാരണ ചേരുവ വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് മുഴുവൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമുക്ക് കയ്യിൽ പിടിച്ചിങ്ങനെ ഒതുക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ് കണ്ടോ. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് റെഡിയാക്കാം, ഫില്ലിങ് വെച്ച് റെഡിയാക്കാം. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത റെസിപ്പി നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ അതും അഭിപ്രായത്തിൽ അറിയിക്കാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ബോക്സ് രീതിയിൽ തയ്യാറാക്കിയത് കൂടി കാണിച്ചു തരാം. ഇത് നമുക്കൊന്ന് കട്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ എന്താ പറയുക, തേങ്ങയും മിൽക്ക് മെയ്ഡിൻ്റെ ഫില്ലിങ്ങും ഒക്കെ പാട് വന്നിട്ട് പാകത്തിന് മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി നിങ്ങൾക്ക് ഏതാണ് താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.